അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പിയും എൻ ഡി എ സഖ്യവുമൊക്കെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള കള്ളപ്രചരണങ്ങളാണ്. അത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളൊക്കെ തന്നെ അതിവേഗം മുന്നോട്ട് പോകുമ്പോഴാണ് ഓൾട്ടി ന്യൂസിൻ്റെ സ്ഥാപകനും അതുപോലെ തന്നെ ധ്രുവറാത്തിയെ പോലെയുള്ള ആളുകളുമൊക്കെ തന്നെ വസ്തുതാപരമായിട്ടുള്ള നിരവധി കാര്യങ്ങളുമായി നമ്മുടെ മുമ്പിലേക്ക് വരികയും കള്ളങ്ങൾ പൊളിച്ചെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് പിന്നീട് വലിയ ജോലിയായിരുന്നു ഉണ്ടായിരുന്നത്. ആൾട്ട് ന്യൂസിൻ്റെ സഹസ്ഥാപകനായിട്ടുള്ള ആളെയൊക്കെ തന്നെ പിന്നീട് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. കാരണം ഈ കള്ളപ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ. അപ്പോൾ പക്ഷേ അതൊക്കെ അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നപ്പോഴും കേരളത്തിൽ അത്ര വ്യാപകമായി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, വിശേഷ്യ LDF അതുപോലെ CPM എതിരായി, പ്രത്യേകിച്ചും അവരുടെ ഇടയിലുള്ള കുറച്ചുകൂടി നല്ല പോപ്പുലാരിറ്റിയുള്ള നേതാക്കൾക്കെതിരായി വലിയ തോതിലുള്ള കള്ളപ്രചരണം നടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം, M സ്വരാജ് എന്ന് പറയുന്ന വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്, അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു ശബരിമല അമ്പലവുമായി ബന്ധപ്പെട്ട്. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അദ്ദേഹം അതിനകത്ത് ഇങ്ങനെ വിചാരിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് ശബരിമല അയ്യപ്പനെ കുറിച്ചൊരു കാര്യം പറയുകയും ആ കാര്യം പറഞ്ഞതിന് ശേഷം അത് വളച്ചൊടിക്കപ്പെടുകയും ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏതാണ്ട് അയ്യപ്പനെ അപമാനിച്ചു, ശബരിമലക്കെതിരെ സംസാരിച്ചു എന്നുള്ള നിലക്കാണ് അത് വളച്ചൊടിക്കപ്പെട്ടത്. അത് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു ഡാമേജ് പറ്റിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷെ അദ്ദേഹം വളരെ ഒരു കൃത്യമായിട്ടുള്ളൊരു കാര്യം പറയുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിന് ശേഷം തന്നെ അദ്ദേഹം നിലമ്പൂർ മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, മീഡിയ വണ്ണും അതുപോലെ തന്നെ അവരുടെ ചില പ്രോഗ്രാമുകളിലൊക്കെ തന്നെ ഇടത് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാനായിട്ട് അവർ വളരെ ശ്രദ്ധിച്ചിരുന്നു. ഈ നിലമ്പൂർ ഇലക്ഷൻ നിങ്ങൾ ഓർക്കണം, VD സതീശൻ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു കോൺഗ്രസിൻ്റെ നേതാവ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അവർക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വെളുപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയ ആളാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇത് കേൾക്കുന്ന പലരും ചോദിക്കും, അപ്പോൾ CPM നേരത്തെ പിന്തുണ സ്വീകരിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ മറ്റു പാർട്ടികളൊക്കെ പിന്തുണ സ്വീകരിച്ചിട്ടില്ല? SDPയുടെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ പിന്തുണ ഇവർ പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അവരുടെ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയൊക്കെ ഇവർ സ്വീകരിച്ചിട്ടുണ്ട്, ഇപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ ഇവർക്കെല്ലാം, അതായത് കോൺഗ്രസും മുസ്ലിം ലീഗും CPM ഒക്കെ ഒരേ മുന്നണിയിലാണ്, അത് DMKയുടെ മുന്നണിയിലാണ്. ആ DMK മുന്നണിക്ക് ഇവരൊക്കെ ഇപ്പോഴും പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് BJPയെയും അതുപോലെ അതിൻ്റെ സഖ്യകക്ഷികളെയൊക്കെ പരാജയപ്പെടുത്തിയേ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വലിയ അതിശയമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ പിന്തുണ മേടിക്കുന്നത് പോലെയല്ല, നമ്മൾ അവരുടെ ഒരു ഐഡിയോളജിയെ അല്ലെങ്കിൽ അവരുടെ ഒരു നിലപാടുകളെ തന്നെ, അവർക്ക് പോലും തള്ളിപ്പറയാത്ത നിലപാടുകളെ അവർക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, മതരാഷ്ട്രവാദം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളപൂശാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതൊക്കെ നടന്നിട്ടുള്ള ആ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് മീഡിയ വണ്ണം കാണിച്ചുകൊണ്ടിരുന്നത്. കാരണം അന്ന് M സ്വരാജിനെതിരെ വലിയ തോതിൽ ആഞ്ഞടിക്കുകയും M സ്വരാജ് തൃപ്പൂണിത്തുറയിൽ ഒരു സ്ഥാപനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില നിലപാടുകൾ എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ വളരെ വിശദമായിട്ടുള്ള ഈ പറയുന്ന പോലെ എതിർപ്പുകൾ അന്ന് ഉയർത്തിയിട്ടുള്ളത്. അതായത് ഒരു സംഘത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകളാണ് നമ്മുടെ M സ്വരാജിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സംഘപരിവാറിനെയും BJPയും ഒക്കെ വളരെ ശക്തമായും കൃത്യമായും എതിർക്കാൻ നല്ല പ്രാപ്തിയും ത്രാണിയുമുള്ള, അതിൻ്റെ അനുഭവമുള്ള, അതിൻ്റെ ഐഡിയോളജിക്കൽ ബേസുള്ള ഒരാളാണ് M സ്വരാജ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞതിനോടൊക്കെ എനിക്ക് വിയോജിപ്പ് തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഹമാസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഹമാസ് എന്ത് തന്നെ കാണിച്ചാലും ഹമാസിനെ അനുകൂലിക്കുമെന്ന് പറയുന്ന കാര്യത്തോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ആ നിലപാടുകൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്, ആ നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ മീഡിയ വണ്ണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് ഒക്കെ ഇരുന്നുകൊണ്ട് ഇവർ സംഘപരിവാർ അനുകൂല ചായ്വ് കാണിക്കുന്ന ഒരാളാണ് M സ്വരാജ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില പരിപാടികളും പ്രസ്താവനകളും ഒക്കെ നടത്തിയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള മതം മാറ്റ ഒരു കേന്ദ്രത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള ചില പരിപാടികളൊക്കെ തന്നെ ഇവർ നടത്തിയിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ പുതിയൊരു തന്ത്രവുമായിട്ട് ഇറങ്ങിയേക്കാണ്. അത് അന്നേരമാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു വേടൊക്കെ കോയിൻ ചെയ്യുന്നത്, ഇടത് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു വേടൊക്കെ നരേറ്റീവൊക്കെ തന്നെ കോയിൻ ചെയ്തുകൊണ്ട് ഈ മലബാറിലെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ മുസ്ലിംസിൻ്റെയും ഒക്കെ വോട്ടുകളെ കൺസോളിഡേറ്റ് ചെയ്ത് UDFന് അനുകൂലമാക്കാനായിട്ട് അവർ ശ്രമിച്ചു. അത് ഏതാണ്ട് ഒരു പരിധി വരെയൊക്കെ അവർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അപ്പോൾ ഇത്തവണ അതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി വിഷലിപ്തമായിട്ടുള്ള ഒരു കള്ളം പ്രചരിപ്പിക്കാനായിട്ട് വന്നു. അത് എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ളൊരു വാർത്തയാണ്. പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന ഒരാളെ നമുക്കറിയാമായിരിക്കും. അദ്ദേഹം ഒരുപാട് ആയുധങ്ങളും തോക്കുമൊക്കെ ആയിട്ട് നിൽക്കുന്ന പല ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ കടുത്ത തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ എടുക്കുന്ന ഒരാളാണ് അദ്ദേഹം. രാജീവ് ചന്ദ്രശേഖരൻ്റെയൊക്കെ വളരെ അടുത്തൊരാളാണ്. രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ ക്യാമ്പയിനൊക്കെ തന്നെ ഹെഡ് ചെയ്ത അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹവും M സ്വരാജും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ
പ്രചരിപ്പിക്കുകയും ആ ഫോട്ടോ പ്രചരിപ്പിച്ചതിന് ശേഷം അതിൻ്റെ താഴെ മുകളിൽ പേപ്പട്ടിയുമായി സൗഹൃദം എന്ന് പറഞ്ഞുകൊണ്ട് ഷെരീഫ് സാഗർ എന്ന് പറയുന്ന ഒരാൾ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു. അദ്ദേഹം ചന്ദ്രികയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം അതേ പോസ്റ്റുകളെടുത്ത് നിരവധി ആളുകൾ ഷെയർ ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. ആ ഷെയർ ചെയ്തതിൽ ഒരാളെന്ന് പറയുന്നത് ഖാലിദ് മൂസ നഖ്വി ചാലിക്കൽ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പഴയ നേതാവാണ്. പഴയ നേതാവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിലപാടുകളൊക്കെ പുള്ളി അതുപോലെ തന്നെയാണ്. മറ്റെന്തോ പ്രശ്നമുണ്ടായതുകൊണ്ട്, സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ട് പുള്ളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം ഐഡിയോളജിക്കൽ ബേസ് അത് തന്നെയാണ്. അദ്ദേഹം അടക്കം പ്രചരിപ്പിച്ചതിൻ്റെ മുകളിലുള്ള ഹെഡിങ്ങാണ് ഈ പറയുന്നത് പേപ്പട്ടിയുമായി സൗഹൃദം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഇത് വളരെ സിസ്റ്റമാറ്റിക്കലിയാണ് ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കാർഡ് ആദ്യമേ തന്നെ വരുന്നു, ഇത് തന്നെ വ്യാജമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഈ കാർഡ് എന്ത് ചെയ്യുന്നു, വരുന്നു. ഈ കാർഡ് വരുന്നതിന് ശേഷം ഈ കാർഡ് മുഴുവൻ പ്രചരിക്കുന്നു. ആ പ്രചരിപ്പിച്ചതിന് ശേഷം അടുത്തൊരു കാർഡ് വരുന്നു. അടുത്തൊരു കാർഡ് എന്ന് പറയുന്നത് അത് ദേശാഭിമാനിയുടെ കാർഡിൽ ഒരു വ്യക്തിപരമായ സൗഹൃദത്തിൻ്റെ പേരിൽ കണ്ടാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്ന അടുത്ത കാർഡ് വരുന്നു. എന്ന് പറഞ്ഞാൽ ഇതങ്ങോട്ട് അരക്കിട്ടുറപ്പിക്കുകയും ചെയ്യുകയാണ് എം സ്വരാജ് ഇത്തരത്തിലുള്ളൊരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, എങ്ങനെയാണ് ഒരു അപനിർമ്മിതി വളരെ കൃത്യമായി നടക്കുന്നത്, എങ്ങനെയാണ് ഒരു പെർസെപ്റ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത് യഥാർത്ഥത്തിൽ എം സ്വരാജിനെതിരെ ചെയ്യുമ്പോൾ എം സ്വരാജാണ് ഈ പറയുന്ന ഫലസ്തീൻ വിഷയത്തിലും അതുപോലെ തന്നെ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ളത്. ഇതുകൂടാതെ ഇത്തരത്തിൽ എം സ്വരാജിനെ എഴുതിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിക്കെതിരെയുള്ള ഒരു നിലപാടും എടുക്കാതിരിക്കാൻ ശ്രദ്ധ കാണിച്ചു എം സ്വരാജ് എന്ന് പറഞ്ഞിട്ടാണ്. സത്യത്തിൽ CPM-നകത്ത് നിന്ന് വെള്ളാപ്പള്ളിക്കെതിരെ വളരെ കൃത്യവും വളരെ ക്ലാരിറ്റിയോട് കൂടി നിലപാട് പറഞ്ഞിട്ടുള്ള ഒരാൾ എം സ്വരാജ് ആണെന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം, വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള പല പ്രസംഗങ്ങൾക്കെതിരെ. അപ്പോൾ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തി. അപ്പോൾ ഏതാണ്ട് ആളുകളൊക്കെ തന്നെ ഉറപ്പിച്ചു ഇത് ശരിയാണെന്ന്. നമ്മുടെ സുഹൃത്തായിട്ടുള്ള എൻ്റെ ഫേസ്ബുക്കിലൊക്കെ തന്നെ സുഹൃത്തായിട്ടുള്ള കെ ഷാജി എന്ന് പറയുന്ന ഒരു മുതിർന്ന പത്രപ്രവർത്തകനുണ്ട്. അദ്ദേഹം പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കും മറ്റു പല കാര്യങ്ങൾക്കും ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടേക്കണം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലായിപ്പോയി. കാരണം ഞാനിത് വ്യാജമായിരിക്കും എന്ന് തന്നെ വിചാരിച്ചിരിക്കുമ്പോഴാണ് കെ ഷാജിയെ പോലെ വളരെ പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ, മാധ്യമപ്രവർത്തകൻ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേക്കുന്നത് എൻ്റെ വീട്ടിൽ പല BJP-ക്കാരും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ CPM-കാർ വന്നിട്ടുണ്ട്, മുസ്ലിം ലീഗുകാർ വന്നിട്ടുണ്ട്, പലരും വന്നിട്ടുണ്ട്, ചില SDPI-ക്കാരടക്കം വന്നിട്ടുണ്ട്. പക്ഷേ അവരോടൊക്കെ തന്നെ നമ്മൾ ചായ കൊടുത്തിട്ടുണ്ട്. കുറേ കഴിഞ്ഞ് അവർ പല വളരെ സോഫ്റ്റായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ആളുകളാണ്. ഒരു മതവും ജാതിപരമായിട്ടുള്ള വിവേചനമൊന്നും ഇല്ലാത്ത ആളുകളാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയണത് ഒരു ഡോക്ടറുടെ വീട്ടിൽ അയാൾ നിരന്തരമായി വീട്ടിൽ വന്നുകൊണ്ടിരുന്നതാണ്. പിന്നീടാണ് അയാൾ ഒരു ഹിന്ദു തീവ്ര സംഘടനയുടെ സംസ്ഥാന നേതാവാണെന്ന് അറിയുന്നത്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ നിലപാടെടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെ ഈ പറയുന്ന പോലെ ഒരു വെറും പ്രകടനമല്ലേ എന്ന് പറഞ്ഞു എന്നാണ്. അതിന് ശേഷം ഷാജി എഴുതിയിരിക്കണം അങ്ങനെ വ്യക്തിപരമായ സൗഹൃദങ്ങളൊക്കെ തുടരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പകരം നമ്മുടെ നിലപാടുകൾക്ക് നമുക്ക് ക്ലാരിറ്റി ഉണ്ടായാൽ മതി, അല്ലാതെ വ്യക്തിപരമായി ആര് വന്നാലും നമ്മൾ ചായയൊക്കെ കൊടുത്താണ് വീട്ടിൽ നിന്ന് വിടാറുള്ളത്, അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു നുണയുണ്ടാവുകയും ആ നുണയെ രണ്ടാമത് ഈ പറഞ്ഞ പോലെ മറ്റൊരു കാർഡായി വീണ്ടും ആ നുണ ഒന്നുകൂടി ഒട്ടിയുറപ്പിക്കുകയും മൂന്നാമതായിട്ട് ഈ കെ ഷാജിയെ പോലെ അദ്ദേഹം ഒരിക്കലും ഇത് അറിഞ്ഞുകൊണ്ട് എഴുതിയതല്ല എന്നെനിക്ക് ഉറപ്പാണ്, അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അത്തരത്തിലുള്ള ഈവൻ സമൂഹത്തിലെ അത്യാവശ്യം ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ജേർണലിസ്റ്റുകളായിട്ടുള്ള ആളുകളെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന ലെവലിലേക്ക് പ്രചാരണം എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് എം സ്വരാജ് വീണ്ടും ഒരു പോസ്റ്റുമായി രംഗത്തേക്ക് വരികയും അദ്ദേഹം ഇതിന് നുണയെ പൊളിച്ചെടുക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഈ പ്രതീഷ് വിശ്വനാഥൻ എന്ന് പറഞ്ഞ ആളെ എം സ്വരാജ് ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ കണ്ടിട്ടില്ല. ഇന്നിപ്പോൾ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഏറ്റവും ഒടുവിൽ ഖാലിദ് മൂസ നഖ്വി ചാലിക്കൽ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ നേതാവാണ് അദ്ദേഹം. ഇപ്പോൾ വന്നിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത് ഞാൻ നിരുപാധികം അദ്ദേഹം മാപ്പ് ചോദിച്ചിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തെ തന്നെ സ്വയം താക്കീത് ചെയ്തിട്ടുണ്ട്, ഇനി മുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് താക്കീത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എം സ്വരാജിനോട് മാപ്പ് ചോദിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എം സ്വരാജിനെ പോലെ വലിയൊരു പാർട്ടി സ്ട്രക്ചർ നിലവിലുള്ള, അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വാർത്തകൾ വന്നാൽ മാധ്യമങ്ങളിൽ വാർത്തകളാകാൻ സാധ്യതയുള്ള ഒരാൾക്കെതിരെ പോലും ഇത്തരത്തിലുള്ള ഒരു അപനിർമ്മിതി ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ളൊരു ഇമേജ് ബിൽഡ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞുവെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കാര്യങ്ങളിലൊക്കെ തന്നെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതിൽ ചില കാര്യങ്ങളിൽ ഏഷ്യാനെറ്റ് അടക്കം അല്ലെങ്കിൽ ബാക്കിയുള്ള ചില മാധ്യമങ്ങളൊക്കെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പോലും ഒരു തരികിട കാണിച്ചിട്ടുണ്ട്. കാരണം ആദ്യത്തെ 1-2 വരികൾ എഴുതി വെച്ചിട്ട് ആ വരികൾ വായിച്ചാൽ നമുക്ക് തോന്നും ഇത് അങ്ങനെ തന്നെ ഉള്ളതാണെന്ന് തോന്നും. പക്ഷേ അതിൻ്റെ താഴേക്ക് ക്ലിക്ക് ചെയ്ത് നോക്കുന്നവർക്കാണ് മുഴുവനായിട്ടും ഇത് തെറ്റായിട്ടുള്ള വാർത്തയായിരുന്നു എന്നുള്ളത് മനസ്സിലാവുക.
അപ്പോൾ അത്തരത്തിലുള്ള ചില തന്ത്രപരമായിട്ടുള്ള ഇടപെടലുകളിലൂടെ നമ്മുടെ ജനത്തെ, നമ്മുടെ പ്രേക്ഷകരെയൊക്കെ തന്നെ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. അത്തരത്തിൽ ആരാണെങ്കിലും ശരി, CPM-ൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും, ഇതിപ്പോൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ നിന്നാണെന്ന് പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ഇത് വലിയ തോതിൽ ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ തെറ്റിദ്ധാരണ പടർത്തുന്ന ഒരു സമുദായത്തെ തന്നെ ഈ ഇദ്ദേഹത്തിന് എതിരാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളുമായി ഇവർ മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം ഒരാൾ വളർന്നു വരാൻ സാധ്യതയുള്ള ആളുകളെ തേടി കണ്ടുപിടിച്ച് അവരുടെ മുകളിൽ ചാപ്പ കുത്തുന്നതിന് തുല്യമാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൻ്റെ തുടക്കമിട്ടത് യഥാർത്ഥത്തിൽ ഫാത്തിമ തെഹ്ലിയ എന്ന് പറയുന്ന ഒരാളാണ്. ഫാത്തിമ തെഹ്ലിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ പേരാമ്പ്രയിൽ മത്സരിച്ച് പരാജയപ്പെടാൻ പോകുന്ന ഫാത്തിമ തെഹ്ലിയാണ്. അവർ കോർപ്പറേഷൻ്റെ കൗൺസിലറാണ്. ഈ ഫാത്തിമ തെഹ്ലിയെ തന്നെ നേരത്തെ എം സ്വരാജിനെ വിളിച്ചിട്ടുള്ളത് സംഘാവ് എന്നുള്ളതാണ്. അതുപോലെ ഫാത്തിമ തെഹ്ലിയക്കെതിരെയും ഒരു പ്രചരണം നടന്നിട്ടുണ്ട്. കാരണം തട്ടമിട്ട ശശികല എന്നുള്ളതാണ്. അതിൽ ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല, കാരണം അതിലൊക്കെ എനിക്ക് കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയാനുണ്ട്. പക്ഷേ ഇതിപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത്തരത്തിൽ സഖാവല്ല സംഘാവ് എന്ന് പറയുന്നൊരു നിർമ്മിതി ഉണ്ടാക്കിക്കൊണ്ട് ആളുകളെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നതിനെതിരെ കൃത്യമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന കാർഡുകളിൽ ചിലപ്പോൾ മാതൃഭൂമിയിൽ നിന്നും മനോരമയിൽ നിന്നും ദേശാഭിമാനിയിൽ നിന്നും മറ്റു പല സിമ്പലുകളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇതൊക്കെ തന്നെ ഈ സോഷ്യൽ മീഡിയ കാലത്ത് വളരെ വ്യാജമായി നിർമ്മിക്കപ്പെടാൻ കഴിയും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരിക്കുക. പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ ഈ പറഞ്ഞ പോലെ വംശവെറിയന്മാരാക്കുന്ന ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആളുകളുമായി കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുള്ള ചിത്രങ്ങൾ വരുന്നത് ഒരിക്കലും സ്വാഭാവികമോ അറിയാതെ വന്നിട്ട് പോയ തെറ്റുകളോ അല്ല, മനഃപൂർവ്വം ചില ആളുകളെ കുഴിച്ചു മൂടാനുള്ള പദ്ധതികളാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർത്തിരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.